പദ്ധതിയേക്കാൾ ചർച്ചകളാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇഷ്ടപ്പെടുന്നത്. ഇറാന്റെ ആണവ പദ്ധതിക്കെതിരായ സൈനിക നടപടിയേക്കാൾ നയതന്ത്രത്തിനാണ് പ്രസിഡന്റ് ട്രംപ് മുൻഗണന നൽകുന്നതെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നു. എന്നാൽ നീണ്ടുനിൽക്കുന്ന സംഘർഷങ്ങൾക്കിടയിൽ ചർച്ചകൾ തുടരുന്നതിനാൽ ടെഹ്റാൻ ഒരു കരാറിൽ ഏർപ്പെടുന്നതാണ് ബുദ്ധിയെന്ന് മുന്നറിയിപ്പ് നൽകി. ആണവ കരാറുമായി ബന്ധപ്പെട്ട് ഇറാനെതിരെ സൈനിക നടപടി പരിഗണിക്കുന്നതിന് മുൻപ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിലുള്ള ആദ്യ ഓപ്ഷൻ നയതന്ത്രമാണെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് ബുധനാഴ്ച വ്യക്തമാക്കി. മാധ്യമങ്ങളോട് സംസാരിക്കവേ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ഇറാന് മുന്നറിയിപ്പും നൽകി. അമേരിക്കയുമായി ഒരു കരാറിലെത്തുന്നതാണ് ഇറാൻ ബുദ്ധിപരമെന്നും പറഞ്ഞു. കരാറിന്റെ പശ്ചാത്തലത്തിൽ ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ലിവിറ്റ് പറഞ്ഞു, ഇറാനെതിരെ ആക്രമണം നടത്താൻ ഒരാൾക്ക് വാദങ്ങൾ ഉന്നയിക്കാൻ കഴിയും. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന കമാൻഡർ ഇൻ ചീഫ് എന്ന നിലയിൽ പ്രസിഡന്റിന് വിജയകരമായ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഇറാന്റെ ആണവ സൗകര്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കി. ഇറാനുമായോ മറ്റേതെങ്കിലും രാജ്യങ്ങളുമായോ നയതന്ത്രമാണ് ആദ്യ ഓപ്ഷൻ എന്ന് പ്രസിഡന്റ് എല്ലായ്പ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസിഡന്റ് ട്രംപുമായി ഒരു കരാർ ഉണ്ടാക്കുന്നതാണ് ഇറാന് ബുദ്ധിപരമാകുക. അദ്ദേഹം പലരുമായും സംസാരിക്കുന്നുണ്ട്. ഒന്നാമതായി അദ്ദേഹത്തിന്റെ ദേശീയ സുരക്ഷാ സംഘവുമായി. അമേരിക്കയുടെയും അവിടുത്തെ ജനങ്ങളുടെയും ഏറ്റവും നല്ല താല്പര്യം എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രസിഡന്റ് ഇത് ഗൗരവമായി എടുക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഒരു സൈനിക നടപടി തീരുമാനിക്കുക, അവർ കൂട്ടിച്ചേർത്തു. US സൈന്യം ഇസ്രായേലുമായി സംഭാഷണത്തിലാണെന്നും ലിവിറ്റ് സൂചന നൽകി. അതേസമയം സൈനിക നടപടി സ്ഥിരീകരിക്കുന്നില്ല. കൂടാതെ ഇറാനിയൻ അധികൃതരുമായുള്ള ജനീവ ചർച്ചകൾ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിലും ചില വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും വളരെ അകലെ നിൽക്കുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടി. കുറച്ച് പുരോഗതി ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ചില വിഷയങ്ങളിൽ ഞങ്ങൾ ഇപ്പോഴും വളരെ അകലെയാണ്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറാനികൾ വിശദാംശങ്ങളുമായി തിരിച്ചെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത് എങ്ങനെ പുരോഗമിക്കുമെന്ന് പ്രസിഡന്റ് തുടർന്നും നിരീക്ഷിക്കുമെന്നും പ്രസ് സെക്രട്ടറി പറഞ്ഞു. ചൊവ്വാഴ്ച US പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും ജനീവയിൽ ഇറാൻ അധികൃതരുമായി ചർച്ച നടത്തി. വിടവുകൾ പരിഹരിക്കുന്നതിനുള്ള വിശദമായ നിർദ്ദേശങ്ങളുമായി ഇറാൻ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ തിരിച്ചെത്തുമെന്നും വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ഉയർന്ന ആണവ ചർച്ചകൾക്ക് ശേഷം ഒരു US ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പുരോഗതി ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. ഞങ്ങളുടെ നിലപാടുകളിലെ ചില വിടവുകൾ പരിഹരിക്കുന്നതിനുള്ള വിശദമായ നിർദ്ദേശങ്ങളുമായി അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറാനികൾ തിരിച്ചെത്തുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചർച്ചകൾക്ക് മുന്നോടിയായി വാഷിംഗ്ടണും ടെഹ്റാനും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതോടെ US സൈനിക നടപടിയെക്കുറിച്ചുള്ള സംഭാഷണം ആഗോള രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായി. ജനീവയിൽ നിർണായകമായ നയതന്ത്ര ചർച്ചകൾക്ക് മുന്നോടിയായി ഒരു കരാറിൽ എത്താത്തതിന്റെ അനന്തരഫലങ്ങൾ സംബന്ധിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കർശനമായ മുന്നറിയിപ്പ് നൽകി. 2025 ജൂണിലെ B-2 ബോംബർ ആക്രമണത്തെക്കുറിച്ച് ടെഹ്റാനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആണവ കരാറിനെക്കുറിച്ചുള്ള അടുത്ത റൗണ്ട് ചർച്ചകളിൽ അദ്ദേഹം ഇറാനോട് ന്യായബോധത്തോടെ പെരുമാറണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഏറ്റവും ശക്തമായ സൈന്യം പോലും വിനാശകരമായ തകർച്ചയെ നേരിടേണ്ടി വരുമെന്ന് ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ട്രംപിന് കർശനമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.